ഇങ്ങനെ കിടന്നാ മതിയാ? എന്തെങ്കിലും ഒരു തീരുമാനം ഉണ്ടാക്കണം. എങ്ങനെയാടാ? മായ എവിടെയാണെന്ന് പോലും അറിയാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ മായയുടെ മന്ത്രത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. എനിക്ക് വിശന്നിട്ട് ഇരിക്കാൻ വയ്യ. എന്തിനാ ഇരിക്കണത്? കിടന്നോളൂ. ഒരു പ്ലാവെങ്കിലും കണ്ടിരുന്നെങ്കിൽ പല ചക്കനയിലിട്ട് തിന്നായിരുന്നു. അതേ നോക്കിയേ. ചക്ക മാങ്ങിയൊന്നും എനിക്ക് വേണ്ട. മാങ്ങിയല്ലടാ, മായ. ഞാനൊരു കാര്യം പറയട്ടെ. നീ വിചാരിക്കും പോലെ തട്ടിക്കൊണ്ടുപോക്ക് അത്ര എളുപ്പമുള്ള കാര്യമൊന്നല്ല. ആദ്യം നീ അവളെ കാര്യം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്ക്. നിന്നെ വിശ്വാസമായ ആ നിമിഷം അവള് നിന്റെ കൂടെ ഇറങ്ങി വരും. ഈ വേഷത്തിൽ പോണ്ട. ഈ കസമുണ്ട് എടുത്തോണ്ട് പോ. പെട്ടെന്ന് ആരെങ്കിലും കണ്ട ഇവിടുത്തെ ആളാന്ന് കരുതൂ. ശരിയാ. തമ്പ്രാക്കന്മാരുടെ നാട്ടിൽ ചെന്ന തമ്പ്രാനായി മാറണമെന്നൊരു ചൊല്ലുണ്ട്. എന്നെ കുറിച്ച് അവളോട് പറയണ്ടല്ലോ, നിനക്ക് ഓർമ്മയുണ്ടല്ലോ? ഉണ്ട് തമ്പുരാനെ. എന്നൊന്ന് പറഞ്ഞേ. ഈ മണ്ട ശിരോമണി. ഓ അതല്ല, ഇവിടുത്തെ മണ്ട ശിരോമണികൾക്കിടയിൽ സംസ്കൃതത്തിൽ അപാര പാണ്ഡിത്യമുള്ള സംസ്കാര സമ്പന്നനും നിഷ്കളങ്കനുമാണ് ഈ തമ്പുരാൻ. ഓക്കെ 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 എന്നാ വാ, അവളെ തറയി. ക്ഷേത്ര ദർശനത്തിന് പോവുകയാവും അല്ലേ? എന്നെ തീരെ മനസ്സിലെന്നുണ്ടാവില്ലേ? എന്താന്ന് വെച്ചാ വേഗം പറയണം. എന്താ? ഈ കൊട്ടാരത്തിലെ വലിയ മണ്ട ശിരോമണി. സംസ്കാരത്തിൽ പാര, പാണ്ഡിത്യത്തിൽ സംസ്കാര ശൂന്യൻ. എന്നെ കൊണ്ടൊന്നും പറയാൻ പറ്റൂല. നമ്മുടെ പള്ളിക്കെട്ടിനെ കുറിച്ച് ഒരു സംസാരമൊക്കെ ഉണ്ടേ. അതിനൊരു ഇൻട്രൊഡക്ഷൻ ആയിക്കോട്ടെ എന്ന് കരുതി. വായിക്കാൻ ഇഷ്ടമായോ? ഇല്ല. എന്തേ? എനിക്ക് ഇവ കുരങ്ങന്മാരെ പണ്ട് ഇഷ്ടമല്ല. കൊരങ്ങനാ? ചിലപ്പോ സ്നേഹം കൊണ്ട് വിളിച്ചായിരിക്കുള്ളൂ. ഇനി ഇതേപോലെ അവളുടെ പിന്നാലെ എങ്ങനെ നടന്ന പള്ളിക്കെട്ടല്ല, നിന്റെ പള്ളക്കിട്ടിയാൻ കേറ്റും. പിന്നെ നിന്നെ പള്ളിക്കാട്ടിൽ എടുക്കൂ. അവളെ എന്റെ പെണ്ണ. സ്ഥലം വിട്. ഇയാള് പോടാ നീ. എന്താ? ഇനി അങ്ങോട്ട് പോണ്ട. നമ്മുടെ മുറിയിൽ വേറെ ആൾക്കാരെത്തി. അയ്യോ, അപ്പൊ നമ്മളിനി എവിടെ താമസിക്കും? നമുക്ക് ആ വശത്തേക്ക് പോവാം. മായ അവിടെയാ. ഇതേതായി കണ്ണട? ഇവിടെ കടന്ന് കിട്ടിയതാ. കളയടാ അതൊക്കെ. ഇതൊക്കെ എന്തിനാ വെച്ചോണ്ട് കിടക്കുന്നത്? വിശന്നിട്ട് കണ്ണ് കാണാൻ വയ്യടാ. എവിടെ എവിടെ? ആരോ വരുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാം. ഇവിടെ ഇവിടെയൊന്നും ആരെയും കാണാനില്ലല്ലോ. ഇവിടെ വെച്ച് അവൻ എന്റെ കഴുത്തിന് പിടിച്ച് കളിയത്. ആരാവൻ? ഞാൻ ആദ്യം കാണുക. എന്നാലും ഇത്രയും ധിക്കാരം ബാലിനോട് കാണിക്കാൻ മാത്രം ആരാ ഇവിടെ? ആള് ഒരു സ്ത്രീയുടെ എണ്ണച്ചാച്ചിത്രല്ലേ? സ്ത്രീയോ? അങ്ങനെ പറയരുത്. തിരുമനസിന്റെ നേർ പെങ്ങളാ അത്. ആരും ആയിക്കോട്ടെ, അവരുടെ ഒരു ഛായ ഉണ്ട് ദുഷ്ടന്. ഇനി അവരുടെ മകനോ മറ്റോ? അതാകാൻ തരവില്ല. ഏയ് അതാവില്ല. മായയെ കാണാമെന്നവരൊക്കെ പോയോ? പോയി. ഇപ്പൊ മായയുടെ അടുത്ത് ആരുമില്ല. നീ ഞാൻ ചെല്ല്.
പറയാം. നമുക്ക് നേരം വിളിക്കുന്നവർ ഇവിടെ തന്നെ നിൽക്കാം. അവന്മാര് മായ ഉപദ്രവിക്കുക ഇനിയും വന്നാലോ? ഇനി ആ കാര്യത്തിൽ പേടിക്കണ്ട. ഇനി മിക്കവാറും അവര് വരുന്നത് നമ്മൾ ഉപദ്രവിക്കാനായിരിക്കും. പട്ടിണിയും കിടന്ന് തല്ലും കൊണ്ട് കൊട്ടാരത്തിൽ കിടന്ന് ചാകാനാണ് തലയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ തൂത്താ പോവോ?